ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലാസ് 10th ബയോളജിയിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന പാഠമാണ്. നമുക്ക് ഈ പാഠത്തിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടായതാണ്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ സുഹൃത്തിനെ കാണുന്നത് ഒരു കാരണമാണ്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രതികരണം എന്താ? നമ്മളൊന്നെങ്കിൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ നമ്മളിൽ സന്തോഷം ഉണ്ടാകും. അതൊക്കെയാണ് പ്രതികരണം. പിന്നെ ഇവിടെ ഒരു ബ്ലാങ്കറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കവിടെ എഴുതാം വിശക്കുന്നു. കാരണം എന്താണ്? വിശക്കുന്നു. പ്രതികരണം എന്താ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ചെവി അടച്ചു പിടിക്കുന്ന ഒരു പ്രതികരണ. അതിനുള്ള കാരണം എന്തായിരിക്കും? ചെവി അടച്ചു പിടിക്കുന്നതിന് കാരണം ഒന്നെങ്കിൽ എന്താ? ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെവി അടച്ചു പിടിക്കും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ രണ്ടിതിൽ എഴുതി കൊടുക്കാം. കാരണം എന്താ? ഒരു കാരണം, നമ്മൾ കണ്ണിലേക്ക് പൊടി അല്ലെങ്കിൽ കണ്ണിലേക്ക് ഒരു പ്രാണി വരുന്നു. പ്രതികരണം എന്താ? നമ്മൾ കണ്ണ് ചിമ്മും. പിന്നെ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കുന്നു. അതിന് കാരണം എന്താ? വെള്ളം കുടിക്കുന്നതിന് കാരണം ദാഹിക്കുന്നു. നമുക്ക് ദാഹിക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കുക. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഇനി ചെവി അടച്ചു പിടിക്കുന്ന ഒച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ചെവി അടച്ചു പിടിക്കൂലേ? വെള്ളം കുടിക്കുന്ന എന്താ? ദാഹിക്കുന്നതുകൊണ്ടാണ്. പിന്നെ കണ്ണിലേക്ക് എന്തെങ്കിലും പ്രാണികൾ വരുന്നത് ഒരു കാരണമാണ്. അതിനുള്ള പ്രതികരണം എന്താ? നമ്മൾ കണ്ണ് ചിമ്മും. ഓക്കെ, ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും. എന്താ ഈ ഉദ്ദീപനം? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ. എന്താണ്? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ. അതായത് ജീവികളുടെ പ്രതികരണം നമ്മളിപ്പോൾ അപ്പുറം നോക്കി, അപ്പുറത്ത് കണ്ടു എന്താണ്? വെള്ളം കുടിക്കുന്നു, അതൊരു പ്രതികരണ. വെള്ളം കുടിക്കുന്നത് ഒരു പ്രതികരണ. ചെവി അടച്ചു പിടിക്കുന്നു, അതൊരു പ്രതികരണ. അങ്ങനെ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഇപ്പം ശബ്ദം, ഉച്ചത്തിലുള്ള ശബ്ദം, അതൊരു സാഹചര്യമല്ലേ? പിന്നെന്താ? വിശപ്പ്, അതൊക്കെയാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം ഉദ്ദീപനങ്ങളാണ് ഉള്ളത്. ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളും. അപ്പോൾ ബാഹ്യ ഉദ്ദീപനങ്ങൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം. ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ശബ്ദം ഒരു ബാഹ്യ ഉദ്ദീപന അല്ലേ? പിന്നെന്താ? കണ്ണിലേക്കൊരു പ്രാണി വരുന്നതൊരു ബാഹ്യ ഉദ്ദീപന. ആന്തര ഉദ്ദീപനം എന്താ? വിശപ്പ് ഒരു ആന്തര ഉദ്ദീപന. ദാഹം ഒരു ആന്തര ഉദ്ദീപന. അപ്പോൾ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്താണ്? ജീവികളിൽ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യമാണ് ഉദ്ദീപനം. അപ്പോൾ 2 തരം ഉദ്ദീപനങ്ങളുണ്ട്, ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തര ഉദ്ദീപനങ്ങളും. ഓക്കെ, ഇനി ഗ്രാഹികളും സന്ദേശങ്ങളും. എന്താണ് ഗ്രാഹികളും സന്ദേശങ്ങളും? എന്താ ഈ ഗ്രാഹികൾ? ഇനി അങ്ങോട്ട് ഫുൾ നിങ്ങൾ ഗ്രാഹികൾ എന്ന് കേൾക്കും. നമുക്ക് എന്താ ഗ്രാഹികൾ നോക്കാം. ഈ വിവിധ തരം ഉദ്ദീപനങ്ങളില്ലേ, നമ്മൾ അപ്പുറം പറഞ്ഞില്ലേ എന്താണ്? ജീവികളിലെ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യമാണ് ഉദ്ദീപനം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് എങ്ങനെയാ? സവിശേഷ കോശങ്ങളോ അല്ലെങ്കിൽ നാഡികളുടെ, നമ്മുടെ നെർവ്സിൻ്റെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. അവയാണ് ഗ്രാഹികൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ വിവിധ തരം ഉദ്ദീപനങ്ങളെ, അതായത് ഇപ്പം വിശപ്പാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഉച്ചത്തിലുള്ള ശബ്ദം, അങ്ങനെയുള്ള ഉദ്ദീപനങ്ങളില്ലേ, അതിനൊക്കെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. ഇവ ഗ്രാഹികൾ എന്നറിയപ്പെടുന്നു. ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ എന്തുണ്ടാവും? വൈദ്യുത സന്ദേശങ്ങളുണ്ടാവും. അതായത് ബാഹ്യ ആന്തര ഉദ്ദീപനം, ഇപ്പോൾ വിശപ്പാവട്ടെ, ഉച്ചത്തിലുള്ള ശബ്ദം, ആ ഒരു ഉദ്ദീപനങ്ങൾക്കനുസരിച്ചിട്ട് ഗ്രാഹികളിൽ എന്താണ്? ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുന്ന സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ അവിടെ എന്തുണ്ടാകും? വൈദ്യുത സന്ദേശം ഉണ്ടാകും. ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാകും. ഇത്തരം സന്ദേശങ്ങളെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഈ ഗ്രാഹികളിൽ എന്തുണ്ടാവും? ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാവും. ഈ ഒരു സന്ദേശത്തെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ, ഏത് സന്ദേശങ്ങൾ? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്താണ്? ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തുന്നു. അതായത് ഈ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഗ്രാഹികളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോണില്ലേ, ഗ്രാഹികളുമായിട്ട് ആ ഒരു സവിശേഷ കോശങ്ങളോ അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോൺസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ എന്ത് രൂപപ്പെടുത്തും? ആക്ഷൻ പൊട്ടൻഷ്യൽ
രൂപപ്പെടുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളുടെ എന്തായിട്ട് സഞ്ചരിക്കും? ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കും. ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണിലൂടെ ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കുന്നു. ഈ നാഡീയ ആവേഗങ്ങൾ, ഈ ന്യൂറോൺസിലെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന ആവേഗങ്ങൾ, നാഡീയ ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തും. മസ്തിഷ്കത്തിൽ ഇപ്പം ശബ്ദമാണെങ്കിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിലെ ഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം കാഴ്ചയാണെങ്കിൽ മസ്തിഷ്കത്തിലെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തുകയും ഉചിതമായിട്ടുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് യോജിച്ചിട്ടുള്ള ഒരു പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ഈ രൂപപ്പെടുത്തുന്ന നിർദ്ദേശമില്ലേ, അതിനനുസരിച്ച് പേശികളും ഗ്രന്ഥികളും വിവിധ തരത്തിൽ പ്രതികരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറഞ്ഞു തരാം. എന്താണ് ഇവിടെ പറയുന്നത്? വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളോ ഒക്കെ വഴിയാണ്. ഇവയാണ് എന്ത്? ഗ്രാഹികൾ. അപ്പോൾ ഈ ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഈ ഗ്രാഹികളില്ലേ, സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ, അവിടെ ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാവും. ഇത്തരം സന്ദേശം നമ്മൾ എന്ത് പറയും? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ, ഏത് സന്ദേശങ്ങൾ? റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഇല്ലേ, ആ വൈദ്യുത സന്ദേശങ്ങൾ, ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോൺസിൽ എന്തുണ്ടാക്കും? ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇല്ലേ, ഈ രൂപപ്പെടുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ അത് ന്യൂറോണുകളുടെ എന്തായിട്ടാണ് സഞ്ചരിക്കുക? ആവേഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുക. ഈ നാഡീയ ആവേഗങ്ങൾ ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കുമല്ലോ ആവേഗങ്ങളായിട്ട്, അതാണ് നാഡീയ ആവേഗങ്ങൾ. ഈ നാഡീയ ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തും. ഞാൻ പറഞ്ഞു ശബ്ദമാണെങ്കിൽ ശബ്ദമായിട്ട് ബന്ധപ്പെട്ട ഭാഗം, അത് പറഞ്ഞില്ലേ. അപ്പം മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എത്തിയിട്ട് ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പേശികളും ഗ്രന്ഥികളൊക്കെ എന്ത് ചെയ്യുന്നു? വിവിധ തരത്തിൽ പ്രതികരിക്കുന്നു. ഓക്കെ, അടുത്തത് ഗ്രാഹികളും സംവേദനങ്ങളും. നമ്മളിപ്പം നോക്കിയത് ഗ്രാഹികളും സന്ദേശങ്ങളും ആയിരുന്നു. ഇപ്പം നോക്കിയത് ഗ്രാഹികളും സംവേദനങ്ങളുമാണ് ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന, എന്താണ് ഗ്രാഹി നമ്മൾ പറഞ്ഞത്? നമ്മുടെ ശരീരത്തിൽ ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുന്ന സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ ആണ് ഗ്രാഹികൾ. ഈ ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങൾ എന്താ? സംവേദനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് വിശപ്പ് വരുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ, വിശപ്പ് ഒരു ഉദ്ദീപനമാണല്ലോ, ആ ഒരു വിശപ്പ് വരുമ്പോൾ വിശപ്പിനെ അനുഭവപ്പെടുന്നത്, അതാണ് സംവേദനം. ഇപ്പോൾ നമ്മളൊരു വെളിച്ചം കാണുമ്പോൾ അതിനെ അനുഭവപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ സംവേദനങ്ങൾ എന്ന് പറയുക. അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സംവേദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് വിശപ്പാണ്. വിശപ്പ് നമുക്ക് വിശക്കുന്നു. നമുക്ക് വിശക്കുമ്പോൾ വിശപ്പ് അനുഭവപ്പെടണം, എന്നാലേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ വിശപ്പ് അനുഭവപ്പെടുന്നതിനാണ് സംവേദനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഉദ്ദീപനങ്ങൾക്കുള്ള പ്രതികരണം, ഇതിനെയാണ് സംവേദനം, സെൻസേഷൻ എന്നൊക്കെ പറയും. സംവേദനങ്ങളെ, ഈ ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? പൊതു സംവേദനവും പ്രത്യേക സംവേദനവും. അപ്പുറം നമ്മൾ ഉദ്ദീപനത്തെ രണ്ടാക്കി, ബാഹ്യ ഉദ്ദീപനം, ആന്തര ഉദ്ദീപനം. ഇവിടെ സംവേദനങ്ങൾ രണ്ട് തരമുണ്ട്, പൊതു സംവേദനവും പ്രത്യേക സംവേദനവും. എന്താ ഈ പൊതു സംവേദനം? പൊതു സംവേദനങ്ങളായിട്ടുള്ളത് സ്പർശം, നമ്മുടെ ടച്ച്, വേദന, ചൂട്, മർദ്ദം എന്നിവയെ ആരാണ് തിരിച്ചറിയുക? ത്വക്ക്, നമ്മുടെ സ്കിന്ന്, പേശികൾ, നാഡികൾ, ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്, അവയിലുള്ള ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. പൊതുസംവേദനങ്ങളായിട്ടുള്ള സ്പർശത്തെയും ചൂടിനെയും വേദനയും ഒക്കെ ആരാണ് തിരിച്ചറിയുന്നത്? എവിടെയുള്ള ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ത്വക്കിലും പേശികളിലും നാഡികളിലും ആന്തരികാവയവങ്ങളിലൊക്കെയുള്ള ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. അതാണ് പൊതുസംവേദനങ്ങൾ. അപ്പം പൊതുസംവേദനങ്ങളായിട്ടുള്ളത് സ്പർശം, വേദന, ചൂട്, മർദ്ദമാണ്. ഈ പൊതുസംവേദനങ്ങളെ തിരിച്ചറിയുന്നത് ത്വക്കിലും പേശിയിലും നാഡികളിലും ആന്തരികാവയവങ്ങളിലൊക്കെയുള്ള ഗ്രാഹികളാണ്. എന്നാൽ പ്രത്യേക സംവേദനങ്ങളായിട്ടുള്ള കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയെ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. നമുക്കറിയാം, കാഴ്ചയെ തിരിച്ചറിയുന്നത് ഏത് ഗ്രാഹികളായിരിക്കും? കണ്ണിലുള്ള ഗ്രാഹികളായിരിക്കും. അതൊരു അവയവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഗ്രാഹിയാണ് തിരിച്ചറിയുക. കേൾവി നമ്മുടെ ചെവിയിൽ മാത്രമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ഗ്രാഹികളായിരിക്കും തിരിച്ചറിയുക. അതാണ് പ്രത്യേക സംവേദനം. ഏതൊക്കെയാണ് പ്രത്യേക സംവേദനം? കാഴ്ച, കേൾവി, രുചി, ഗന്ധം. അവ തിരിച്ചറിയുന്നത് അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഇവിടെ ഇന്ദ്രിയം കൊടുത്തിട്ടുണ്ട്, ഇന്ദ്രിയം അവയവം, ഗ്രാഹികൾ കൊടുത്തിട്ടുണ്ട്, ഉദ്ദീപനം കൊടുത്തിട്ടുണ്ട്. കണ്ണിലെ ഗ്രാഹി ഏതാ? പ്രകാശഗ്രാഹിയാണ്. ഉദ്ദീപനം എന്താ? പ്രകാശമാണ് ഉദ്ദീപനം. ഇനി ഇന്ദ്രിയം ചെവിയാണ്.
ചെവിയിലെ ഗ്രാഹ്യത ശബ്ദഗ്രാഹികളാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉദ്ദീപനം എന്താ? ശബ്ദം. നാവിൽ രാസഗ്രാഹികളാണ്. രുചിയാണ് അവിടുത്തെ ഉദ്ദീപനം. ത്വക്കിൽ സ്പർശഗ്രാഹിയുണ്ട്, താപഗ്രാഹികളുണ്ട്, വേദനാഗ്രാഹികളുണ്ട്, മർദ്ദഗ്രാഹികളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടാകുന്ന ഉദ്ദീപന സ്പർശഗ്രാഹിയിൽ, താപഗ്രാഹിയിൽ താപം. ഓക്കെ. ഇനി മൂക്ക് ഒരു ഇന്ദ്രിയമാണ്. മൂക്കിൽ ഗന്ധഗ്രാഹികളാണ്. മൂക്കിലുണ്ടാകുന്ന ഉദ്ദീപനം ഗന്ധം. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ണ്. ഇതാണ് കണ്ണ്. ബാഹ്യലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. ബാഹ്യലോകം എന്ന് പറയുമ്പോൾ പുറം ലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ ഒരു മുൻഭാഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നേത്രകോട്ടരം അതൊക്കെ പറയുന്നുണ്ട്. നേത്രപേശികൾ, കൺപീലി, കൺപോള, ഇത് കണ്ണുനീർ ഗ്രന്ഥി. കണ്ട, കൺപോളേൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചർ, ഇതാണ് കണ്ണുനീർ ഗ്രന്ഥി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇവിടെ നമ്മൾ നോക്കുന്നത് നേത്രാവരണമാണ്. എന്ത് ഈ നേത്രാവരണം? കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. കോർണിയ എന്ന് പറയുന്നത് കണ്ണിൻ്റെ മുൻവശത്തുള്ള ഒരു സുതാര്യമായിട്ടുള്ള പാർട്ടാണ്. ആ ഒരു കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് എന്ത്? നേത്രാവരണം എന്ന് പറയുന്നത്. ഈ നേത്രാവരണത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? കണ്ണിനെ സംരക്ഷിക്കുക. ഈ നേത്രാവരണം കണ്ണിനെ സംരക്ഷിക്കും. ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കും കണ്ണിനെ. പിന്നെയോ പൊടി, രോഗാണുക്കൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയും. പൊടിയും രോഗാണുക്കളും മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ണിലേക്ക് കടക്കുന്നത് തടയും. കണ്ണിനെ സംരക്ഷിക്കും. ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കി വെക്കും. ആര്? നേത്രാവരണം. ഇപ്പോൾ നേത്രാവരണം എന്ന് പറയുന്നത് എന്താ? കോർണിയ ഒഴികെ. എക്സാമിന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ തന്നെ എഴുതണം. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥികളാണ്. ഞാൻ അപ്പുറത്ത് കണ്ണുനീർ ഗ്രന്ഥി ഇങ്ങനെ കാണിച്ചു തന്നു. എവിടെയാണ്? നമ്മുടെ കൺപോളയുടെ മുകളിലായിട്ടാണ് ആ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കണ്ണുനീർ ഗ്രന്ഥികളാണ്. നമ്മൾ കരയുമ്പോൾ കണ്ണുനീര് വരൂലേ, ആ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കണ്ണുനീർ ഗ്രന്ഥികളാണ്. ഈ ഗ്രന്ഥികൾ കൺപോളകൾക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു. എന്താണ്? കൺപോളകൾക്ക് മുകളിലായിട്ടാണ് കണ്ണുനീർ ഗ്രന്ഥി. ഇതല്ലേ നമ്മുടെ കൺപോള. ആ കൺപോളകൾക്ക് മുകളിലായിട്ടാണ് ഉള്ളത്. കൺപോളകൾക്ക് മുകളിലായിട്ടാണ് കണ്ണുനീർ ഗ്രന്ഥി കാണപ്പെടുന്നത്. ആ പിക്ചർ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈ ഒരു കണ്ണുനീർ ഗ്രന്ഥി കൺപോളകൾക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ണുനീര് കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും, കണ്ണിൻ്റെ ഉപരിതലത്തെ എന്താക്കും? ഈർപ്പമുള്ളതാക്കും. പിന്നെ പോഷകങ്ങൾ നൽകും. പിന്നെ മാലിന്യങ്ങൾ പുറന്തള്ളും. നമ്മൾ കരയുമ്പോൾ മാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ട് ആ ഒരു കണ്ണുനീരിലൂടെ. ആ ഒരു മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനൊക്കെ അത്യാവശ്യമാണ്. പിന്നെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? അണുബാധകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം കൂടി ഏതിൽ അടങ്ങിയിട്ടുണ്ട്? കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈം ഏതാണ്? ലൈസോസൈമാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ആര്? ലൈസോസൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം കണ്ണുനീരിലുണ്ട്. അത് അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെയോ കണ്ണുനീര് കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നുണ്ട്. പോഷകങ്ങൾ നൽകുന്നുണ്ട് കണ്ണിന്. മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടും അത്യാവശ്യമാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കണ്ണുനീർ ഗ്രന്ഥിയാണ്. അത് ഓർത്ത് വെക്കണം. ഇത് എവിടെയാണ് കാണുന്നത്? കൺപോളകൾക്ക് മുകളിലായിട്ടാണ് കണ്ണുനീർ ഗ്രന്ഥി ഉണ്ടാകുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് കൂടി പഠിച്ചു വെക്കാം. ലൈസോസൈം എന്തായാലും ഓർത്ത് വെക്കണം. ഓക്കെ, വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന കണ്ണുനീരിലുള്ള എൻസൈം ഏതാണ്? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, ഇനി കണ്ണിലെ പാളികളും അനുബന്ധ ഭാഗങ്ങളുമാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ പാളികൾ ഓരോന്ന് പറയുന്നതിന് ഈ പിക്ചറിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പാളി, കണ്ണിലെ ഫസ്റ്റ് പാളി നമ്മൾ നോക്കുന്നത് ദൃഢപടലം. എന്താണ്? ദൃഢപടലം എന്ന് പറയുമ്പോൾ ബാഹ്യപാളി, പുറത്തുള്ള പാളിയാണ്. ദൃഢപടലത്തിൻ്റെ ഇതാണ് ബാഹ്യപാളി. ദൃഢപടലം, ബാഹ്യപാളി. ഇതിൻ്റെ ധർമ്മം എന്താണ്? ദൃഢം എന്ന് പറയുന്നത് നമുക്കറിയാം, കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നുണ്ട്. കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്ന പാളി ഏതാണ്? ദൃഢപടലമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് കോർണിയ. എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് കോർണിയ. ആ ഒരു ദൃഢപടലമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാം. കോർണിയ കൊടുത്തിട്ടുണ്ട്. ഈ പുറത്തുള്ള ഒരു ഭാഗമില്ലേ, അതാണ് കോർണിയ എന്ന് പറയുന്നത്. അത് ദൃഢപടലമായിട്ട്
ബന്ധപ്പെട്ട ബാഹ്യപാളിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് കോർണിയ. ഈ കോർണിയയുടെ സവിശേഷതയും ധർമ്മവും നോക്കാം. കണ്ണിൻ്റെ സുതാര്യമായിട്ടുള്ള മുൻഭാഗമാണ്. പ്രകാശത്തെ കണ്ണിലേക്ക്, ഇതാണ് പുറത്തു നിന്നുള്ള പ്രകാശത്തെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരാണ്? കോർണിയ ആണ്. കണ്ണിൻ്റെ സുതാര്യമായിട്ടുള്ള മുൻഭാഗമാണ്. ദൃഢപടലത്തിൽ ഒരു അനുബന്ധ ഭാഗമാണ് കേട്ടോ കോർണിയ. ദൃഢപടലത്തിൻ്റെ ധർമ്മം എന്തായിരുന്നു? കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നുണ്ട്. നമുക്ക് അടുത്ത പാളി നോക്കാം. രക്തപടലം, മധ്യപാളി എന്ന് പറയുമ്പോൾ നടുക്കുള്ള പാളി. രക്തപടലം മധ്യപാളി. ഓക്കെ, ഇതിൻ്റെ ധർമ്മം ആന്തരപാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിന്. ആന്തരപാളി എന്ന് പറയുന്നത് മൂന്നാമത്തെ പാളിയാണ്. ആന്തരപാളി, ഉള്ളിലുള്ള പാളി. ആ ആന്തരപാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിന് എന്ത് നൽകുന്നുണ്ട്? പോഷകവും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം ഊഷ്മാവ് ക്രമീകരിക്കുന്നുണ്ട്. മധ്യപാളിൻ്റെ ധർമ്മം എന്താണ്? ആന്തരപാളിയായിട്ടുള്ള മൂന്നാമത്തെ പാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നതോടൊപ്പം തന്നെ ഊഷ്മാവ് ക്രമീകരിക്കാൻ കൂടി സഹായിക്കുന്നുണ്ട് രക്തപടലത്തിന്റെ അനുബന്ധ ഭാഗങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സീലിയറി പേശികളുണ്ട്. സീലിയറി പേശികൾ അത് ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്ന സീലിയറി പേശികളാണ് ഒരു അനുബന്ധ ഭാഗം. സീലിയറി പേശികൾ ഇവിടെ കൊടുത്തിട്ട് കാണാം. ഇതാണ് സീലിയറി പേശി. സീലിയറി പേശികൾ എന്ന് പറയുന്നത് ഈ ഒരു സാധനം. അതാണ് സീലിയറി പേശികൾ. സീലിയറി പേശികളുടെ ധർമ്മം എന്താണ്? ലെൻസിന്റെ വക്രത, കർവേച്ചർ വ്യത്യാസപ്പെടുത്തുന്നു. ഐറിസ് അടുത്തൊരു അനുബന്ധ ഭാഗമാണ്. ഏതിലെ? രക്തപടലത്തിലെ മധ്യപാളിയിലെ അടുത്തൊരു അനുബന്ധ ഭാഗമാണ് ഐറിസ്. ഇത് പ്രകാശ തീവ്രതക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുന്നുണ്ട്. പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണിയാണ്. നമ്മൾ പറയില്ലേ കണ്ണിലെ കറുത്ത കൃഷ്ണമണി. അപ്പോൾ പ്രകാശത്തിന്റെ തീവ്രതക്കനുസരിച്ച്, അതായത് ഡിം ലൈറ്റ് ആണോ ബ്രൈറ്റ് ലൈറ്റ് ആണോ, ആ ഒരു പ്രകാശത്തിന്റെ തീവ്രതക്കനുസരിച്ചിട്ട് ഐറിസിലെ 2 തരം പേശികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂപ്പിളിന്റെ, നമ്മുടെ കൃഷ്ണമണിയുടെ വലുപ്പം ക്രമീകരിക്കുന്നുണ്ട്. അതായത് പിന്നെയോ പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് ഐറിസ് നിയന്ത്രിക്കുന്നുണ്ട്. ഐറിസിൽ മെലാനിൻ എന്ന് പറഞ്ഞിട്ടൊരു വർണ്ണവസ്തു അടങ്ങിയിട്ടുണ്ട്. ഉണ്ട്. മെലാനിൻ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. മെലാനിൻ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. പിന്നെയോ ഐറിസിൽ മെലാനിൻ എന്നിട്ടൊരു വർണ്ണവസ്തു ഉണ്ട്. ആ മെലാനിൻ എന്ത് ചെയ്യുന്നുണ്ട്? അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നുണ്ട്. ആര്? ഐറിസ്. പിന്നെ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ പ്യൂപ്പിളിന്റെ വലുപ്പം ക്രമീകരിക്കുന്നുണ്ട്. ആ 2 തരം പേശികൾ അടുത്തൊരു പ്യൂപ്പിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ രക്തപടലത്തിലെ അടുത്തൊരു അനുബന്ധ ഭാഗമാണ് കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിലെ ലെൻസ് ഏത് പാളിയിലാണ്? മധ്യപാളിയിലാണ് ലെൻസ് ഉള്ളത്. വസ്തുവിന്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നുണ്ട്. വസ്തുവിന്റെ എങ്ങനത്തെ പ്രതിബിംബമാണ്? ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ ആര് രൂപപ്പെടുത്തുന്നുണ്ട്? കോൺവെക്സ് ലെൻസ് രൂപപ്പെടുത്തുന്നുണ്ട്. ഇതാണ് വസ്തുവിന്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ ആരാണ് രൂപപ്പെടുത്തുന്നത്? കോൺവെക്സ് ലെൻസ് ആണ്. നമുക്ക് ഐറിസും കോൺവെക്സ് ലെൻസും നോക്കാം. ഇതില് ഐറിസ് എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. വരയ്ക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ തിരിയുന്നില്ല. ഈ ഒരു റെഡ് പോർഷനാണ്, ഇപ്പം വരച്ച റെഡ് പോർഷനാണ്. ലെൻസ് അറിയാലോ, ഇതാണ്. പ്യൂപ്പിൾ ഉണ്ടാവുന്നത് ഐറിസിൻ്റെ നടുവശത്തായിട്ട് ഇവിടെയാണ് പ്യൂപ്പിൾ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ പടലായിട്ടുള്ള ദൃഷ്ടിപടലം. അതിനെ റെറ്റിന എന്ന് പറയും, ആന്തരപാളി എന്നൊക്കെ പറയും. അതിൻ്റെ ധർമ്മം പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നുണ്ട്. പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 2 റോഡ് കോശവും കോൺ കോശവും. ഈ പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നുണ്ട്. പ്രതിബിംബം രൂപപ്പെടുന്നതും ദൃഷ്ടിപടലത്തിലാണ്, റെറ്റിനയിലാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഭാഗങ്ങളാണ് പ്രകാശഗ്രാഹികളുടെ ഒരു പാളി ഉണ്ടാവും. അവരുടെ പ്രകാശഗ്രാഹികളുടെ ഒരു പാളി. പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. പ്രകാശഗ്രാഹി കോശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2 തരം പ്രകാശഗ്രാഹി കോശമാണുള്ളത്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഈ റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിൽ, അതായത് ഇരുട്ടിലും പിന്നെ കറുപ്പിലും പിന്നെ വെളുപ്പിലും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കോൺ കോശങ്ങളോ തീവ്ര പ്രകാശത്തിലെ കാഴ്ച, അതായത് ബ്രൈറ്റ് ലൈറ്റിലെ കാഴ്ചയും പിന്നെ വർണ്ണക്കാഴ്ചയും നൽകുന്നത് കോൺ കോശങ്ങളാണ്.
പിന്നെ അടുത്തൊരു അനുബന്ധ ഭാഗമാണ് ബൈപോളാർ കോശപ്പാളി. എന്താണ്? ബൈപോളാർ കോശപ്പാളി. ബൈപോളാർ കോശപ്പാളി എന്ന് പറഞ്ഞാൽ ഈ പ്രകാശഗ്രാഹി ഇല്ലേ, റോഡ് കോശം, കോൺ കോശം, അത് പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശമുണ്ട്. ഒരു ഗാംഗ്ലിയോൺ കോശം ഇവിടെ നോക്കാനുണ്ട്. ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് എന്ത് കൈമാറുന്നു? സന്ദേശങ്ങളെ കൈമാറുന്നത് ബൈപോളാർ കോശപ്പാളിയാണ്. ഈ ഒരു നമ്മുടെ വെളിച്ചമായിട്ട് കാഴ്ചയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ എന്താണ് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് കൈമാറുന്നത് ആരാണ്? ബൈപോളാർ കോശപ്പാളിയാണ്. ഇവിടെ നിന്ന് പ്രകാശഗ്രാഹികളിൽ നിന്ന്. അടുത്തത് ഗാംഗ്ലിയോൺ കോശപ്പാളിയാണ്. എന്താണ്? ഗാംഗ്ലിയോൺ കോശപ്പാളി. നേത്രനാഡിയിലേക്ക് നമ്മുടെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചയുമായി ബന്ധപ്പെട്ട സന്ദേശത്തെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാഡി. നേത്രനാഡിയിലേക്ക് എന്താണ്? ബൈപോളാർ കോശപ്പാളിയിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുന്നത് ആരാണ്? ഗാംഗ്ലിയോൺ കോശപ്പാളിയാണ്. നമ്മൾ പറഞ്ഞു ബൈപോളാർ കോശപ്പാളിയാണ് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് കൈമാറുന്നത്. ആ ഒരു ബൈപോളാർ കോശപ്പാളിയിൽ നിന്ന് സന്ദേശങ്ങളെ എവിടത്തേക്ക്? നേത്രനാഡിയിലേക്ക് കൈമാറുന്നത് ആരാണ്? ഗാംഗ്ലിയോൺ കോശപ്പാളിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി കണ്ണിലെ ഈ പാളികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. കണ്ണിൽ 3 പാളികളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ദൃഢപടലം. ദൃഢപടലം ഏതാണ്? ബാഹ്യപാളിയാണ്. അടുത്ത രക്തപടലം മധ്യപാളിയാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഏതാണ്? പ്രതിബിംബം. ഇതിൽ നമ്മൾ എന്ത് എഴുതണം? ആന്തരപാളി എന്ന് എഴുതണം, ദൃഷ്ടിപടലം എന്ന് എഴുതണം, റെറ്റിന എന്ന് എഴുതണം. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ്? ദൃഷ്ടിപടലം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ആന്തരപാളി റെറ്റിന എന്ന് എഴുതുക. ഇവിടെ രക്തപടലം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മധ്യപാളി എന്ന് എഴുതുക. ഇവിടെ ദൃഢപടലം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്ത് എഴുതുക? നമ്മുടെ ബാഹ്യപാളി. അപ്പോൾ ദൃഷ്ടിപടലത്തിൻ്റെ ധർമ്മം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രതിബിംബം രൂപപ്പെടുന്നു. ഇവിടെ എന്താണ്? നമ്മുടെ രക്തപടലം അല്ലെങ്കിൽ മധ്യപാളിയിൽ അതെന്ത് ചെയ്യുന്നു? ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നുണ്ട്. പിന്നെ എന്താണ്? ഊഷ്മാവ് ക്രമീകരിക്കുന്നു. നമ്മളങ്ങനെ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഇവിടെ എഴുതി കൊടുക്കുക. ഇത് എഴുതിയാൽ മതി. ആന്തരപാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിന് ഓക്സിജനും പോഷകവും നൽകുന്നത് മധ്യപാളിയാണ്. ഇനി നമ്മുടെ ബാഹ്യപാളിയായിട്ടുള്ള ഏതാണ്? ദൃഢപടലം. എന്താണ്? ദൃഢപടലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് സംരക്ഷണവും ഉറപ്പും നൽകുന്നത് ആരാണ്? ബാഹ്യപാളിയാണ്. അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കണ്ണിലെ പാളികളും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഒരു പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്